അല്ല, മന്ത്രിസഭ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിരുന്ന ആ ഒരു ആനുപാതികമായ രീതിയിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത് വീണ്ടും ഓരോ മന്ത്രിസഭ രൂപീകരിക്കുമ്പോഴും അവിടെ ചർച്ചക്കൊടുവിൽ മാത്രമാണ് നമുക്ക് ആ തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം ചർച്ചകൾ നടത്തി നമുക്ക് അർഹതപ്പെട്ടത് എന്താണ് എന്നുള്ള രീതിയിൽ ഉള്ള ചർച്ചകൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള തീരുമാനങ്ങൾ വരും. യൂത്ത് ലീഗിൽ നിന്ന് ആരെങ്കിലും മന്ത്രിയെ പ്രതീക്ഷിക്കാം? അല്ല, അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി ആരെ മന്ത്രിമാക്കണം എന്നുള്ള തീരുമാനം അത് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അപ്പോൾ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ ആരെങ്കിലും വരും, അല്ലെങ്കിൽ പാർട്ടി തീരുമാനിക്കാതെ വരില്ല. മറ്റൊന്നിപ്പോൾ തിങ്കളാഴ്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ലീഗിന്റെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അത് കോൺഗ്രസിന്റെ മന്ത്രിമാർ തീരുമാനമാകുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെയും മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യും. അതെല്ലാ ഘടകകക്ഷികളും തയ്യാറാണെങ്കിൽ, അതുമായി ചർച്ചകളൊക്കെ പൂർത്തീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും തിങ്കളാഴ്ച എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. ബി ജെ പിയിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള വി മുരളീധരൻ പറഞ്ഞത് മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത് എന്നാണ്. അദ്ദേഹത്തോട് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഇല്ല, അതിനൊന്നും ഇപ്പോൾ ഞാൻ മറുപടി പറയുന്നില്ല. അതിപ്പോൾ ആർക്ക് കൊടുക്കണം, അവർക്ക് കൊടുക്കണ്ട എന്നുള്ളത് UDF ആണ് തീരുമാനിക്കുന്നത്. അദ്ദേഹമല്ലല്ലോ തീരുമാനിക്കണം. UDF ആണ് ഇപ്പോൾ ഭരിക്കാൻ വേണ്ടി പോകുന്നത്. UDF തീരുമാനിക്കും ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കണ്ട എന്നുള്ളത്.